ഹായ് ഓൾ PSC മെൻറ്ററിലേക്ക് സ്വാഗതം. നമ്മളിവിടെ 10th പ്രിലിം സീരീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 4 ക്ലാസ്സസ് ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കയറി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മളിന്നിവിടെ PSC മെൻറ്ററിൽ 10th പ്രിലിം സീരീസിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്കാണ് പോകുന്നത്. 032/2021 നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്നിവിടെ നോക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്കും ആൻസേഴ്സിലേക്കും പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 44ാം വയലാർ അവാർഡ് നേടിയതാര്? 44ാം വയലാർ അവാർഡ് നേടിയത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏഴാച്ചേരി രാമചന്ദ്രനാണ് 44ാം വയലാർ അവാർഡ് നേടിയത്. നിരൂപണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന 2020 ONV പുരസ്കാരം ലഭിച്ചതാർക്ക്? ഡോക്ടർ M ലീലാവതിക്കാണ് 2020 ONV പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ നോക്കുക, ഇത് 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ 2020 ഒരു ONV പുരസ്കാരം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ONV പുരസ്കാരമൊക്കെ പഠിച്ചു വയ്ക്കുക. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു കവിതയുടെ പോർഷനാണ്. തിളച്ച മണ്ണിൽ കാൽനടയായി അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരൻ്റെ ആത്മകഥയാണ്? കവിതയല്ല, ഒരു ആത്മകഥയുടെ പേരാണ്. തിളച്ച മണ്ണിൽ കാൽനടയായി. അതങ്ങനെ അധികം കേൾക്കാത്ത ഒരു ആത്മകഥയാണ്. ആരുടെയാണ്? പുതുച്ചേരി രാമചന്ദ്രൻ്റെ ആത്മകഥയാണ് തിളച്ച മണ്ണിൽ കാൽനടയായി. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി സാഹിത്യകാരൻ ആര്? വി മധുസൂദനൻ നായരാണ് 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി സാഹിത്യകാരൻ. മലയാളത്തിലെ മികച്ച കൃതിക്കുള്ള 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ കൃതി അച്ഛൻ പിറന്ന വീട്. മികച്ച കൃതിക്കുള്ള 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ കൃതിയാണ് ചോദിച്ചത്. അപ്പോൾ നോക്കുക, 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ 2019 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറകോട്ട്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ 8 അത്ഭുതങ്ങൾ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ നിർമ്മിതി ഏത്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ 8 അത്ഭുതങ്ങൾ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ നിർമ്മിതി. അടുത്ത ക്വസ്റ്റ്യൻ. 2019 ഡിസംബറിൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത ശിലാലിഖിതം കണ്ടെത്തിയ സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചത്. ആന്ധ്രാപ്രദേശ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത ശിലാലിഖിതം ആന്ധ്രാപ്രദേശിലാണ് കണ്ടെത്തിയത്. ബ്രിട്ടനിൽ ധനമന്ത്രിയായിരുന്ന നിയമിതനായ ഇന്ത്യൻ വംശജൻ ഋഷി സുനാക്. ഇതൊക്കെ 2021 ക്വസ്റ്റ്യനാണ്. മാറ്റം വരും, അത് നോക്കണം. കറണ്ട് അഫയേഴ്സ് കറൻ്റ്ലി അപ്ഡേറ്റ് ചെയ്ത് പോകണം. ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആകുമ്പോൾ ഒരുപാട് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഡെഫിനറ്റായിട്ടും അത് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഒരു 10-20 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഉള്ളതിൽ നിന്ന് ഡെഫിനറ്റ്ലി മാറ്റം ഉണ്ടാവും. നിങ്ങളത് നോക്കി പഠിക്കണം. ഏതിൻ്റെ ലഭ്യതയാണ് മൗലിക അവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ഇൻ്റർനെറ്റ് ലഭ്യത അതൊരു മൗലിക അവകാശത്തിൻ്റെ ഗണത്തിൽപ്പെടുമെന്നാണ് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് ബാധിച്ച് മരണപ്പെട്ട മന്ത്രിയായ കമൽറാണി വരുൺ ഏത് സംസ്ഥാനത്തെ ധനമന്ത്രിയാണ്? ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് ബാധിച്ച് മരണപ്പെട്ട മന്ത്രി, അതാണ് കമൽറാണി വരുൺ. അത് ഉത്തർപ്രദേശിലെ മന്ത്രിയാണെന്നാണ് കേട്ടോ, മന്ത്രിയാണ്. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശമാണ് ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ. 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? 5 മണിക്കൂർ 30 മിനിറ്റ്. ഗ്രീൻവിച്ച് സമയത്തേക്കാൾ ഇന്ത്യയുടെ മാനക സമയം മുന്നിലാണ് 5 മണിക്കൂർ 30 മിനിറ്റ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്കുപർവ്വതം ഏതാണ്? ആരവല്ലിയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്കുപർവ്വതം. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ആനമുടിയാണ്. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടി. ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശം വൃഷ്ടിപ്രദേശം എന്നാണ് പറയുന്നത്. ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം രവിയാണ്. രവി തീരത്താണ് ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ്? യമുന നദിയുടെ തീരത്ത്. അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇന്ത്യയിലെ ഉഷ്ണകാലം ഏത്? മാർച്ച് മെയ് മാസത്തിലാണ് ഉഷ്ണകാലം. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രധാന മണ്ണിനും ഏത്? എക്കൽ മണ്ണാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്നത് എക്കൽ മണ്ണാണ്. പോയിൻ്റ് കലയുമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. ഈ ഇടയ്ക്കും കൂടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നൊരു ക്വസ്റ്റ്യനാണ് പോയിൻ്റ് കലയുമർ പക്ഷി സങ്കേതം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏത്? മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ളത്. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആര്? പോർച്ചുഗീസുകാരാണ് അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശികർ.
1857 കലാപം അറിയപ്പെടുന്ന ശിപ്പായി ലഹള എന്നാണ്. ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപമാണ്. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ് കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. വേദങ്ങളുടെ പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയെ കണ്ടെത്തൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റു ആണല്ലേ, എല്ലാവർക്കും അറിയാം. അധികാരത്തിലിരിക്കെ അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തന്നെയാണ്. 2 ക്വസ്റ്റ്യൻ ജവഹർലാൽ നെഹ്റുവിനെ ബന്ധപ്പെട്ട് വന്നു. നീൽ ദർപ്പൺ രചിച്ചത് ആര്? ദീനബന്ധു മിത്ര. നീൽ ദർപ്പൺ ദീനബന്ധു. ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി ആര്? KR നാരായണനാണ് ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി. ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതിയായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? പാർട്ട് 3 മൗലിക അവകാശങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങളാണെങ്കിലോ പാർട്ട് 4 പ്രതിപാദിച്ചിരിക്കുന്നത്. അത് ഓർത്ത് വയ്ക്കുക. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്കേ ഉള്ളൂ. സ്വത്തവകാശം ഇപ്പോൾ എന്തവകാശമാണ്? നിയമാവകാശമാണ് കേട്ടോ. സ്വത്തവകാശം നിയമാവകാശം. അസ്പൃശ്യത അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17 ആണ്. ഏത് അനുച്ഛേദപ്രകാരം ഏർപ്പെടുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാനുള്ളത്? അനുച്ഛേദം 352 രാഷ്ട്രപതിക്ക് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അവകാശം ഏർപ്പെടുത്തുന്നത്. ഓക്കെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്ക്? രാഷ്ട്രപതിക്കാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. അപ്പോൾ ഇപ്പോഴും ചോദിക്കുന്ന ഇത് 2022 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും 21 ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും ഈ 2024 ഇപ്പോഴും ചോദിക്കുന്നതും ഈ മനുഷ്യാവകാശ കമ്മീഷണർമാരെയും ഒക്കെ ചോദിക്കാറുണ്ട്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന്? 1993 സെപ്റ്റംബർ 28 ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് നോക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന ഉദ്യോഗസ്ഥൻ ആരാണ്? സെക്രട്ടറി ജനറലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറലാണ്. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. ഇത് പഠിച്ചു വയ്ക്കുക. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ കണ്ണൂർ. വടക്കും തെക്കും ഒക്കെ പഠിച്ചു വയ്ക്കുക. പുഴകൾ പഠിച്ചു വയ്ക്കുക. താലൂക്ക് പഠിച്ചു വയ്ക്കുക. ഗ്രാമപഞ്ചായത്ത് പഠിച്ചു വയ്ക്കുക. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാർ. ഇടുക്കിയിലെ ചിന്നാറിലാണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത്. കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഇപ്പോൾ ഡിസംബർ ഫെബ്രുവരി ആണ് ഏറ്റവും ശൈത്യകാലം അനുഭവപ്പെടുന്നത്. പക്ഷിപാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിലാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡെറാസ് മെയിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷത്തിലാണ്? AD 1859 ഡെറാസ് മെയിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറിയാണ്. ടൂറിസത്തെ വ്യാവസായികമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം? കേരളമാണ് ടൂറിസത്തെ വ്യാവസായികമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി 780 മെഗാവാട്ടാണ്. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ?
കൊച്ചി 20 പോയിൻ്റാണ്. കൊച്ചിയും 20 പോയിൻറ്റുമാണ് NH-85 ബന്ധിപ്പിക്കുന്നത്. അയ്യങ്കാളി ജനിച്ച ദിവസം 1863 ഓഗസ്റ്റ് 28-നാണ് അയ്യങ്കാളി ജനിച്ചത്. 1863 ഓഗസ്റ്റ് 28. ഓർത്ത് വയ്ക്കുക, 1863 ഓഗസ്റ്റ് 28. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമിയാണ്. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമി. അക്കാമച്ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആർ പാർവതി ദേവിയാണ് അക്കാമച്ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത്. ആഗമാനന്ദ അന്തരിച്ച വർഷം 1961 ആഗമാനന്ദ അന്തരിച്ചത്. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. വെള്ളയമ്പലത്താണ് അയ്യങ്കാളിയുടെ പ്രതിമയുള്ളത്. അപ്പോൾ അത് അനാച്ഛാദനം ചെയ്ത് ഇന്ദിരാഗാന്ധിയാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആര്? വൈകുണ്ഠസ്വാമി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമി. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ആറ്റിങ്ങൽ കലാപം. സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. കുണ്ടറ വിളംബരം നടന്നതെന്ന്? 1809 ജനുവരി 11. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് എന്ന്? 1859 ജൂലൈ 26. ഏത് മഹാരാജാവാണ്? ഉത്രം തിരുനാളാണ് കേട്ടോ. 1859 ജൂലൈ 26. മനുഷ്യർ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32 എണ്ണമാണ്. അതിൽ പഠിക്കുക അഗ്രചർവണകം, ചർവണകം, കോമ്പല്ല്, ഉളിപ്പല്ല്, അതൊക്കെ എത്ര എണ്ണം വീതമാണെന്ന് പഠിച്ചു വയ്ക്കുക. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം? ശ്വാസകോശം. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് കേട്ടിട്ടില്ല. അപ്പോൾ അതാണ് ഏറ്റവും ഭാരം കുറഞ്ഞത്. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവിയാണ്. ഹാർവി പര്യന വ്യവസ്ഥ. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയ വില്യം ഹാർവി. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലോങ്കേറ്റയാണ്. അനൈച്ഛിക പ്രവർത്തനങ്ങളെയാണ് കേട്ടോ. മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബെല്ലം. മദ്യം ബാധിക്കുന്നത് സെറിബെല്ലത്തെയാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന സെറിബെല്ലം അല്ലേ? അതോർക്കുക. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. പേശികളെ പറ്റിയുള്ള പഠനമാണ്. നെഫ്രോളജി വൃക്ക. ഫ്രെനോളജി എന്താ? തലയോടാണെന്ന് തോന്നുന്നു. ഓസ്റ്റിയോളജി എന്താ? കമൻറ്റ് ചെയ്യാം കേട്ടോ. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം ബിയും വരുന്നുണ്ട്, സിയും വരുന്നുണ്ട് കേട്ടോ. ചുവടെ ചേർത്തിട്ടുള്ള 67 ഡിലീറ്റഡ് ആണെന്ന് തോന്നുന്നു. എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. 67ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന ഏതാണ്? ബയോട്ടിൻ. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ബയോട്ടിനാണ്. B7 ആണ്. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചതെന്ന്? 2015 ഓഗസ്റ്റ് 25 സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചത്. റേച്ചൽ കാർട്സ് രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഏതാണ്? DDT ആണ്. DDT. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ. പോസിറ്റീവ് പ്രോട്ടോൺ. ചാർജ് ഇല്ലാത്തത് ന്യൂട്രോൺ. ആരാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്? J.J. തോംസൺ. ആരാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്? റോദർഫോർഡ്. ആരാണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്? ചാഡ്വിക്ക്. പഠിച്ചു വയ്ക്കുക. തോറിയത്തിൻ്റെ അയിര്. തോറിയത്തിൻ്റെ അയിര് ഏതാണ്? അത് മാർക്ക് ചെയ്തിട്ടില്ല. അന്ന് നിങ്ങളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയമാണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? നൈട്രജൻ ആണ്. രണ്ടാമത്തതാണ് ഓക്സിജൻ. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണം? സോപ്പ്. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണമാണ് സോപ്പ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മയാണ്. പ്ലാസ്മ അവസ്ഥയിലാണ്. സൂര്യനിലും ചന്ദ്രനിലും ഒക്കെ പ്ലാസ്മ അവസ്ഥയിലാണെന്ന് ഓർക്കുക. ഊർജ്ജം അളക്കുന്നതിനുള്ള യൂണിറ്റ് ജൂൾ. താപം അളക്കുന്നതിനുള്ള യൂണിറ്റും ജൂളാണ്. പ്രവൃത്തിയുടെ യൂണിറ്റും ജൂളാണ്. അപ്പോൾ അത്രയും പഠിക്കുക. തുല്യസമയത്തിൽ തുല്യദൂരം സഞ്ചരിക്കുന്ന ചലനം? ഇതൊന്നുമല്ല. ഒരു വസ്തുവിന് മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തിയാണ് ബലം.
സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകമാണ് വോയേജർ 1. സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകമാണ് വോയേജർ 1. ഇനി മാത്സ് ആണ്. ആൻസേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക. 81C, 82B, 83A, 84A, 85B, 86B, 87A, 88B, 89B, 90C, 91A, 92 ഡിലീറ്റഡ്, 93C, 94A, 95D, 96D, 97B, 98D, 99B, 100B. അപ്പോൾ ഈ 100 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് 2021 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ 10th പ്രിലിം സീരീസിൽ 5ാമതായിട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ബാക്കിയുള്ള വീഡിയോസ് കൂടി പ്ലേലിസ്റ്റിൽ പോയിട്ടൊന്ന് കാണുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു. എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കട്ടോ. ഈ 5 ക്വസ്റ്റ്യൻ പേപ്പർ നല്ലോണം വർക്കൗട്ട് ചെയ്തോളൂ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പോലും ഈ 5 സീരീസ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു.